വീട്ടിലെത്തിയ അമ്മയുടെ ചിക്കൻ ബിരിയാണി അത് മസ്റ്റാണ്. അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ലൈം ജ്യൂസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊന്ന് വറുത്ത് കോരാം. ഈ സവാളയാണ് ബിരിയാണിയുടെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം കുറച്ച് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് അതും കൂടെ ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് വേവിക്കാൻ വെക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വന്നോളും. നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യും. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തൈരും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ പകുതിയും കുറച്ച് മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് ഈ ഗ്രേവിയിലോട്ട് ചേർക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാലയാണ് മെയിൻ ഫ്ലേവർ തരുന്നത്. ഗരം മസാല കൂടെ ആഡ് ചെയ്ത് ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 15 to 20 മിനിറ്റ്സിൽ നമ്മൾ ചിക്കൻ വെന്ത് വരും. ഇനി നമുക്ക് അരി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നെയ്യ് ഒഴിക്കുക. നമ്മൾ ഈ കാണിച്ചേക്കുന്ന സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. ഇതിന് ശേഷം അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരി, കൈമ റൈസാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. അരി ആഡ് ചെയ്യുക. അരി അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അരി റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ഈ കണക്കിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് നന്നായിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ഒരു പൊടിക്ക് കയറി നിൽക്കണം, എന്നാലേ റൈസിൽ കറക്റ്റായിട്ടുള്ള ഉപ്പാവത്തുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുന്നു. നമ്മുടെ അരി റെഡിയായി. അരി റെഡിയായതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ അരിയിടുന്നു. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും ആഡ് ചെയ്യുന്നു. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയുടെ ബാക്കി ആഡ് ചെയ്യുന്നു. നമ്മൾ കുറച്ച് നേരം ദം ചെയ്യാൻ വെക്കുന്നു. നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് നമ്മൾ സെർവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ബിരിയാണി ഒരു ബൗളിലൊക്കെ സെറ്റ് ചെയ്ത് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വറുത്ത പീസസും സാലഡും പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ പുതിന ചമ്മന്തി ഉണ്ട്, അതും ഒരു പപ്പടവും കൂട്ടത്തിലൊരു എഗ്ഗും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ബിരിയാണി റെഡിയായി. അമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണെന്നറിയില്ല, ബിരിയാണിക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്